പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ്. അതായത് നമ്മൾ ബ്രാഞ്ചിന്റെ പ്രത്യേകമായി തയ്യാറാക്കിയ ട്രയൽ ബാലൻസിനെ എങ്ങനെയാണ് ഹെഡ് ഓഫീസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക, അതിലേക്ക് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ സ്വന്തമായി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ അവർ സ്വന്തമായി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സ്വന്തമായി ചെയ്തതിന്റെ കോപ്പി എങ്ങോട്ടേക്ക് സബ്മിറ്റ് ചെയ്യും? ഹെഡ് ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്യും. ഹെഡ് ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രയൽ ബാലൻസിലുള്ള ബാലൻസുകളൊക്കെ ഹെഡ് ഓഫീസ് എന്ത് ചെയ്യും? അവരിലേക്കും കൂടി റെക്കോർഡ് ചെയ്യും. അതായത് കൃത്യമായിട്ട് മൊത്തത്തിലുള്ള എന്ത് കിട്ടാൻ, നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ രണ്ടും കമ്പൈൻ ചെയ്ത് ബാലൻസ് ഷീറ്റും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് എന്ന് പറയാം. അപ്പൊ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റും അതേപോലെ തന്നെ ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പൊ ആദ്യം പറയുന്നത് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റ്. ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റിന് വേണ്ടി രണ്ട് രീതിയിലുള്ള മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡും അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡും. അപ്പൊ ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഹെഡ് ഓഫീസ് ആയിരിക്കും ബ്രാഞ്ചിന്റെ എന്ത് പ്രിപ്പയർ ചെയ്യാം, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ എല്ലാ നിയമങ്ങളെല്ലാം അനുസരിച്ച് തന്നെ ആയിരിക്കും ഇവര് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ആയിരിക്കും. അപ്പൊ അതില് വരുന്നത് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് വരുന്ന ഐറ്റംസ് നമുക്കറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, അതേപോലെ ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്, വേജസ്, അങ്ങനെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകളും കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ജേർണൽ എൻട്രി വരുന്നത് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഒരുമിച്ചാണ് എമൗണ്ട് എഴുതാം. പിന്നെ അതേപോലെ അടുത്ത് വരുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് സൈഡുള്ള എമൗണ്ടിനെ എങ്ങനെയാണ് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. പിന്നെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത് എങ്കിൽ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതും. ഗ്രോസ് ലോസ് ആണെങ്കിൽ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് വരുന്ന ഐറ്റംസിനെല്ലാം ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതും. അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് വരുന്നതിന് ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെറ്റ് പ്രോഫിറ്റിന് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എൻട്രി വരാം. ഇവിടെ എന്തായിരുന്നില്ല, ഒരു എൻട്രിയും റിവേഴ്സ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 6 ജേർണൽ എൻട്രി എഴുതുന്നതിന് പകരം നമ്മൾ എഴുതാ ഒരു എൻട്രി ആയിരിക്കും. അതാണ് ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ബ്രാഞ്ച് അസറ്റും ലയബിലിറ്റീസും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എൻട്രി എന്ന് പറയുന്നത് ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. പിന്നെ ലയബിലിറ്റി ആണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട്. ഇങ്ങനെയാണ് എന്ത് വരുന്നത്, ഇതിന്റെ ജേർണൽ എൻട്രീസ് വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിൽ തന്നിട്ടുള്ളത് ഒന്ന് വായിച്ചു നോക്കാം. ദ ലക്നൗ ബ്രാഞ്ച് ഓഫ് കൊൽക്കത്ത കെമിക്കൽ ലിമിറ്റഡ് Kolkata sent the following trial balance to Kolkata on 31st December 2024. Prepare trading and profit and loss account, head office account and balance sheet in the books of branch account. പിന്നെ ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് ആഫ്റ്റർ ഇൻകോർപ്പറേറ്റിംഗ് ദി ട്രയൽ ബാലൻസ്. ഇത്രയാണ് എന്ത് ചെയ്യും നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നുള്ളത്. അപ്പോ പിന്നെ ഇത് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 31st December 2024 വാസ് ₹9,000. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. പിന്നെ ആൽസോ പാസ് നെസറി ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് ഇൻ ദി ഹെഡ് ഓഫീസിന്റെ ബുക്കിലുള്ള എൻട്രീസും കൂടി എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ തന്ന ഐറ്റംസ് ഒക്കെ നോക്കാം.
അത് നമ്മളോട് നേരത്തെ ആദ്യം പറഞ്ഞത് എന്താണ്? ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അനാലിസിസ് ആണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഐറ്റംസ് ഒക്കെ നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് എത്രയാണ്? 10,000. ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000. പിന്നെ പർച്ചേസ് ഉണ്ട്. പർച്ചേസ് എത്രയാണ്? പർച്ചേസ് അതിൽ ബാലൻസ് ചെറിയൊരു അപ്പുറം അത് നോക്കാം, ശ്രദ്ധിക്കുക. സ്റ്റോക്കാണ് 10,000 വരുന്നത്. പിന്നെ പർച്ചേസ് നാലാമത്തെ ഐറ്റമാണ്. നാലാമത്തെ എന്ന് പറയുമ്പോൾ അതും 10,000 ആണ് വരുന്നത്. പിന്നെ ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് ഉണ്ട് 50,000. പിന്നെ ലെസ് റിട്ടേണുള്ള മൈനസ് ചെയ്യണം, 400 ഉണ്ട്. പിന്നെ കാരേജ് ഇൻവേർഡ് ഇതിൽ പറയുന്നുണ്ട് 150 അല്ലേ, 150. പിന്നെ അതേപോലെ അപ്പർ സൈഡ് നോക്കാം. സെയിൽസ് ഉണ്ട് 87,000. റിട്ടേൺ ഉണ്ട്, സെയിൽസ് റിട്ടേൺ ഉണ്ട്. റിട്ടേൺ 1000 ഉണ്ട്, മൈനസ് ചെയ്യുക. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അത് സദാ നമ്മൾ ചെയ്യുന്ന എന്താ ചെയ്യാ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ ഒന്ന് ചെയ്യാം. അതിൽ നമുക്ക് ബാലൻസ് ടോട്ടൽ 95,000 കിട്ടും. അത് ഡെബിറ്റ് സൈഡിലുള്ള ബാലൻസ് ഒക്കെ ഡിഡക്ട് ചെയ്താൽ 25,250 ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിന് പ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 25,250 എഴുതാം. പിന്നെ ഇതിലുള്ള ബാലൻസ് ഷീറ്റിൽ അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കേണ്ട ഐറ്റംസ് ഒക്കെ നോക്കാം. റെന്റ് എടുക്കേണ്ടി വരും, ജനറൽ എക്സ്പെൻസ്, സാലറി, ബാഡ് ഡെപ്റ്റ്, അലവൻസസ് ടു കസ്റ്റമർ ഒക്കെ അതെല്ലാം എടുക്കാം. പിന്നെ ക്രെഡിറ്റ് സൈഡ് അത് മാത്രമേ ഉള്ളൂ, ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യും, നെറ്റ് പ്രോഫിറ്റ് കിട്ടും, ട്രാൻസ്ഫർ ടു ഹെഡ് ഓഫീസ്. ഓക്കെ, അത് നമുക്ക് കിട്ടുന്നത് 17,350. പിന്നെ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ബാലൻസ് പ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 5,150 ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ കിട്ടിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതും എന്താണ്, ക്രെഡിറ്റ് ആണ്, അത് കൊടുക്കാനുള്ളതല്ലേ, പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് വരും, 17,350. ടോട്ടൽ എത്രയായി? 22,500. അതാണ് ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ബാലൻസ് ഷീറ്റിൽ അതേപോലെ ഇതിലുള്ള ഐറ്റംസ് ഒക്കെ നോക്കാം. ഫർണിച്ചർ 10,000 ഉണ്ട്. പിന്നെ ബാങ്ക് 4,000. ഡെപ്റ്റേഴ്സ് 9,000 ഉണ്ട്. സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞിരുന്നു നേരത്തെ 9,000. പിന്നെ ബിൽസ് റിസീവബിളും 4,000. ഓക്കെ, പിന്നെ ഇപ്പർ സൈഡ് ഹെഡ് ഓഫീസിന് കൊടുക്കാനുള്ളത് 22,500. ക്രെഡിറ്റേഴ്സിന് 5,000. ഇതെന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്താൽ ബാലൻസ് ഷീറ്റിൽ 27,500 രണ്ട് സൈഡും ടോട്ടൽ വെക്കുന്നത്. അതായത് ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഹെഡ് ഓഫീസിൽ കൊടുക്കാനുള്ളതാണ്. അത് ക്യാപിറ്റൽ പോലെ തന്നെയാണ് നമ്മൾ എന്തായിരുന്നത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിന്റെയും എൻട്രി പിന്നെന്ത് ചെയ്യാം, ജേണൽ എൻട്രി ചെയ്താൽ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എടുത്തിട്ട് ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പൊ ഇത് എമൗണ്ട് നോക്കുക, അതെല്ലാം നമ്മുടെ എഴുതി നോക്കിയാൽ മതി. 10ഉം 10ഉം ടോട്ടൽ എത്ര വരും? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പിന്നെ പർച്ചേസ് ഉണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഉണ്ട്, കാരേജ് ഇൻവേർഡ് ഉണ്ട്. അപ്പൊ ഇത്രയെല്ലാം എല്ലാവരും കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് 69,750 പറയുന്നത്. പിന്നെ ക്രെഡിറ്റ് സൈഡ് ഉള്ളത് രണ്ട് ഐറ്റം, സെയിൽസ് റിട്ടേണും ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ടോട്ടൽ ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് 95,000 വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ടു
ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് ഗ്രോസ് പ്രോഫിറ്റിന്റെ എമൗണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു, ഇതിന്റെ എക്സ്പെൻസ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് 7,900. പിന്നെ ഇതിൽ കിട്ടിയ പ്രോഫിറ്റ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പിന്നെ ഇനി അസറ്റിൻ്റെത് ബ്രാഞ്ച് അസറ്റ്സ് അക്കൗണ്ട് ടു ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് എത്രയാണ് 27,500. പിന്നെ അതേപോലെ തന്നെ ലാബിലിറ്റി, അതായത് ഇവർക്ക് കൊടുക്കാനുണ്ടായിരുന്ന ലാബിലിറ്റി എന്ന് പറയുന്നത് 5,000. പിന്നെ അത് ഒന്ന് ഹെഡ് ഓഫീസിന് തന്നെയാണല്ലോ. ഓക്കെ, അത് രണ്ടും കൂട്ടി നമുക്ക് കമ്പൈൻ ചെയ്തു. അപ്പൊ ഹെഡ് ഓഫീസിന് കൊടുക്കാനുള്ളത് സെപ്പറേറ്റ് ലാബിലിറ്റി ആയിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ടിൽ എന്തൊക്കെ വരുന്നുണ്ട്, അപ്പൊ അതിന്റെ ബാലൻസ് PDF തന്നിട്ടുണ്ടായിരുന്നു 5,150. പിന്നെ ബാക്കി എന്താ ചെയ്യാ, നമ്മള് മുകളില് ചെയ്ത എൻട്രീസ് വെച്ചിട്ട് ഇതിൽ എന്ത് ചെയ്യാം, എമൗണ്ട് എഴുതിയാൽ മതിയാവും. എന്താവും, ഓക്കെ, നമുക്ക് കിട്ടുന്ന എമൗണ്ട് ബാലൻസ് ആയിട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇനി എന്ത് ചെയ്യുന്നു, ഇതിനെ വീണ്ടും ഒരുമിച്ച് ചെയ്യുന്നു. അപ്പൊ ഏകദേശം എന്താണെന്ന് അതേപോലെ തന്നെയാണ് വരാം. മെമ്മോറാണ്ടം ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട്, വേറെ എക്സ്ട്രാ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. 25,250. ഓക്കെ, അതും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതാം. ഇതിൽ ഒരു എൻട്രി മാത്രമേ ഉള്ളൂ, മറ്റതിൽ 2 എൻട്രി വരും, അസറ്റിന്റെയും ലയബിലിറ്റീസിന്റെയും. പിന്നെ ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.